SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GKയുടെ ഒരു സീരീസിൽ ആദ്യം ഹിസ്റ്ററി ആയിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 10 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇനി നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ അതിൽ ആദ്യം സംഗം ഏജ്. ആദ്യം ഈ ഭാഗം നോക്കുന്നത് സംഗം ഏജാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത്, ഇതുവരെ പറഞ്ഞത് നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പാലിയോലിത്തിക്, നിയോലിത്തിക്, അതേപോലെ അതിനുശേഷം ഇപ്പോൾ അവസാനം നമ്മളെ പോസ്റ്റ് മൗര്യ വരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് പഴയ ഒരു പീരീഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹിസ്റ്ററി ആദ്യമായിട്ട് പറയുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്റ്റോൺ ഏജ്, ചെറിയ ചെറിയ കല്ലുകൾ ആയുധങ്ങളായിക്കൊണ്ടുള്ള ഒരു പീരീഡ്. അതിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു: പാലിയോ, മീസോ, നിയോ. അതായത് പാലിയോ ലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോണ്, മീസോ മിഡില്, നിയോ ന്യൂ. അപ്പോൾ അങ്ങനെ സ്റ്റോൺ ഏജിന് ശേഷമാണ് മനുഷ്യൻ ആദ്യമായിട്ടൊരു മെറ്റൽ എന്നുള്ള അർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് കോപ്പറാണ്. അപ്പോൾ കോപ്പറിൻ്റെ ഉപയോഗിച്ചുള്ള പീരീഡാണ് ചാൽക്കോലിത്തിക് ഏജ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കോപ്പർ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന കോപ്പറും അതുപോലെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നിന്ന് കിട്ടുന്ന ടിന്നും ഇവിടുന്ന് കിട്ടുന്ന ടിന്ന്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ബ്രോൺസ് എന്ന് പറയുന്ന ലോഹസങ്കരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗം, അതായത് കൃഷ്ണ നദിക്കൊക്കെ താഴെയുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ടിന്ന് ഇവിടത്തേക്ക് അവൈലബിൾ അല്ല. ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് സ്വാഭാവികമായിട്ടും സിമ്പിൾ ലോജിക്ക് പ്രകാരം ടിന്ന് അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടുന്ന് ചാൽക്കോലിത്തിക്കിലേക്ക് ബ്രോൺസ് ഏജിലേക്കൂടെയാണ് ട്രാൻസിഷൻ സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഈ സൗത്ത് ഇന്ത്യയിൽ ഈ ടിന്നിൻ്റെ അവൈലബിലിറ്റിയും മറ്റുമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫേസ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവില്ല. സിമ്പിൾ ലോജിക്ക്. ബ്രോൺസ് എന്ന് പറയുമ്പോൾ ഒരു ലോഹമല്ല, ലോഹസങ്കരമാണ്. അതായത് 2 അതിലധികമോ ലോഹങ്ങൾ ചേർന്നുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കോപ്പർ ഓക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ടിന്ന് പുറത്തുനിന്ന് വരേണ്ടതായതുകൊണ്ട് ഇവിടെ ഈ ബ്രോൺസ് ഏജ് ഇല്ല. അപ്പോൾ ആദ്യത്തെ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് പോയിന്റ്, നോ ബ്രോൺസ് ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. ബ്രോൺസ് ഏജ് ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഉള്ളത് എന്താണെന്ന് നോക്കുമ്പോൾ വലിയ കല്ലുകൾ, സാധാരണ മനുഷ്യന് ഡെയിലി യൂസ് ചെയ്യുന്ന മറ്റേ ആയുധങ്ങളും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന കല്ലുകളൊക്കെ വലിപ്പമുള്ള വലിയ കല്ല്. അപ്പോൾ ബെറിയൽ സൈറ്റുകളിൽ, ബെറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ നമ്മളിപ്പോൾ ഈജിപ്തിലെ പിരമിഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, അവിടുത്തെ ഭരണാധികാരികളെ സംസ്കരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ശവക്കല്ലറയുടെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇതുപോലത്തെയുള്ള ബെറിയൽ സ്ഥലങ്ങളിലൊക്കെ സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും വലിയ കല്ലുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് മെഗാ ലിത്തിക് എന്ന് പറഞ്ഞത്. ഈ ലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല്, സ്റ്റോൺ എന്നുള്ള അർത്ഥമാണ്. മെഗാ എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബ്രോൺസ് ഏജ് സ്കിപ്പാക്കിക്കൊണ്ട് അയേൺ ഏജിലേക്ക് കടക്കുന്നത് ഈ മെഗാലിത്തിക് നിന്ന് ഡയറക്റ്റ് അയേൺ ഏജിലേക്കാണ് സൗത്ത് ഇന്ത്യയിൽ നടക്കുന്നത്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ട്രാൻസിഷൻ. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ നാട്ടിലാണെങ്കിൽ അതിനെ ഈ തൊപ്പിക്കല്ല് അഥവാ മുനിയറകൾ, പിന്നെ അടുപ്പ് കൂട്ടിക്കല്ല്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഭവത്തിൻ്റെ പേര് ഡോൾമെൻ എന്നാണ്. ഡോൾമെൻ. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഡോൾമെൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള സ്ട്രക്ചറിനെയാണ്. 2 പാറകൾ, അതിൻ്റെ മേലെ വലിയൊരു പാറ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കാണപ്പെടുന്ന ഈ ഒറ്റക്കല്ല് നിവർത്തി വെച്ചിട്ടുള്ള പല യൂറോപ്പിലൊക്കെ പല സ്ഥലത്തും കാണും മെഗാലിത്തിക് പീരീഡിൽ ഇത്തരത്തിലുള്ള സ്റ്റോൺസ്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് മെൻഹിർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഫൗണ്ട് അറൗണ്ട് ഗ്രേവ്സ്. ഗ്രേവ്സ് എന്ന് പറഞ്ഞാൽ ഈ ശവക്കല്ലറകൾ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത് കേരളത്തിൽ പല സ്ഥലത്തും ഈ രീതിയിലുള്ള ഡോൾമെൻസ് കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഈ മറയൂർ മുനിയറ, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. മറയൂര്, ഇടുക്കി ഭാഗത്തുള്ള മറയൂർ മുനിയറ. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം നോക്കാം. മുനിയറ ഡോൾമെൻസ് ആർ മാഗ്നിഫിസൻറ്റ് പ്രീ ഹിസ്റ്റോറിക്കൽ ഡോൾമെൻസ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ദീസ് എബോവ് ഗ്രൗണ്ട് ബെറിയൽ ചേംബേഴ്സ് ബിൽറ്റ് വിത്ത് ലാർജ് സ്റ്റോൺ സ്ലാബ്സ് കോൾഡ് മെഗാലിത്ത്. അപ്പോൾ ഈ പീരീഡിനെ വിളിക്കുന്നതാണ് മെഗാലിത്ത് എന്നുള്ളത്. അപ്പോൾ 2 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ബ്രോൺസ് ഏജ് ഇവിടെ സ്കിപ്പ് ചെയ്തു, കാരണം കോപ്പറും ടിന്നും ചേരുന്നതാണ് ബ്രോൺസ്. ടിന്നിൻ്റെ അൺഅവൈലബിലിറ്റി. ഇവിടെ ആ സമയത്ത് ഉള്ളത് മെഗാലിത്തിക് ഏജ് ആണ്. അവിടുന്ന് നേരെ അയേൺ ഏജിലേക്കാണ് ഇവിടത്തേക്ക് ട്രാൻസിഷൻ സംഭവിക്കുന്നത്. ഡോൾമെൻ, മെൻഹിർ. പിന്നെ ഇവിടെ അടുത്ത് പറയുന്ന പോട്ടറിയാണ്. ഈ പോട്ടറിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് വെച്ചാൽ,
ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻ്റെ റിമൈനിങ്സിൽ നിന്ന് നമുക്ക് ആ സൊസൈറ്റിയെ പറ്റി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ആ സമയത്ത് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണല്ലേ, റിട്ടേൺ ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പാത്രങ്ങൾ, പോട്ടറികളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ആ സൊസൈറ്റിയെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയറാണ്, ഈ ഒരു പീരീഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പാസ്റ്ററൽ കമ്മ്യൂണിറ്റി. പാസ്റ്ററൽ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ അല്ല അവരുടെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്, അതായത് കൃഷിയിലേക്ക് അവരെത്തണത്ര അതിന് മുമ്പേ ഉള്ള ഒരു പീരീഡ്. അതായത് ഇപ്പോൾ ആനിമൽ ഹണ്ടിങ്, പിന്നെ മറ്റ് ഗ്യാതറിങ്സ്, അപ്പോൾ അങ്ങനെ ഈ മൃഗപരിപാലനവും മറ്റുമൊക്കെ ഉണ്ടാവും, പക്ഷെ പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ കൃഷിയെപ്പറ്റി അറിയില്ല എന്നല്ല, കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അറിവില്ലായ്മയല്ല, പാസ്റ്ററൽ കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി. അടുത്തത് എന്ന് പറയുന്നത് ഇനി സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ക്ലിയർ ആയിട്ടുള്ള കാര്യം വരുന്നത് ആ ഒരു പീരീഡിനെ പറയുന്നതാണ് സംഗം പീരീഡ് എന്ന് പറഞ്ഞത്. സംഘം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗമം, അതായത് കൂട്ടായ്മ, നമ്മളെ ഈ കുടുംബ സംഗമം എന്നെല്ലാം പറയുന്നത് പോലെ ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ആളുകൾ, കവികൾ, ഹിസ്റ്റോറിയൻസ് ഒക്കെ ഒരു സ്ഥലത്ത് വന്ന് സംഗമിക്കും. അപ്പം അങ്ങനെ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളായാലും രചനകളായാലും മറ്റൊക്കെ സംഭവിക്കുന്നത് ആ സംഗമത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു പീരീഡിന് വിളിക്കുന്ന പേരാണ് സംഗം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൻ്റെ ടൈം പീരീഡ് 3rd century BC to 3rd century AD. അതായത് ഇപ്പോൾ ഇത് 0 ആണെങ്കിൽ 300 അതേപോലെ BC 300 ADക്കും ഇടയിലുള്ള ഒരു പീരീഡ്. 300 BCക്കും 300 ADക്കും ഇടയിലുള്ള ഈ പീരീഡിനെ പറ്റിയിട്ടാണ് ഈ സംഗം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പീരീഡ് ഇമ്പോർട്ടൻ്റ് ആവുക ഈ ചോള, ചേര, പാണ്ഡ്യ ഇങ്ങനെ 3 ആളുകളാണ് സംഗം പീരീഡിലുള്ളത്. ഈ പേരുകൾ തന്നെ ഈ 600-ന് ശേഷം നമുക്ക് വേറൊരു ചോളാസിനൊക്കെ പറ്റി, ഈ തമിഴ് സിനിമയിലൊക്കെ നമ്മളിപ്പോൾ അവസാനം ഇറങ്ങിയ പൊന്നിയിൻ സെൽവനിലൊക്കെ ചോളാസിനെ പറ്റിയിട്ടും പാണ്ഡ്യാസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതെന്തല്ല, ഈ സംഗം പീരീഡിലെ പറ്റിയിട്ടല്ല, ഈ 300 ADക്ക് ശേഷം വീണ്ടും ഒരു ലേറ്റർ ചോളാസ് വരുന്നുണ്ട്, അവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇത് അതിന് മുമ്പുള്ള 3 ഡൈനാസ്റ്റികൾ ചോള, ചേര, പാണ്ഡ്യ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വലിയ പോയിൻ്റ് 3 ആളുകളാണുള്ളത്. ചേര കേരളത്തിൻ്റെ ഒരു ഭാഗം, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിൻ്റെ ഒരു ഭാഗം. പിന്നെ തമിഴ്നാട്ടിൻ്റെ തന്നെ താഴെയുള്ള അറ്റം പാണ്ഡ്യാസ്, അതിൻ്റെ മേലെയുള്ള ഭാഗം ചോളാസ്. അപ്പോൾ ഇങ്ങനെ 3 ആളുകൾ. ഇവിടുത്തെ ടൈം പീരീഡ് നോക്കി 3rd century BC to 3rd century AD. അപ്പോൾ നമ്മൾ ആ 0 ക്രോസ് ചെയ്യുന്നത് ഇങ്ങോട്ടും 300 അങ്ങോട്ടും 300. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓർമ്മിക്കുക, ഈ പറയുന്ന ചോളാസ് അല്ലാതെ ഇനിയും ഈ 3 ആളുകളും വരും 600 ADക്ക് ശേഷം. ഈ 300-ന് ശേഷം വീണ്ടും ഒരു 300 കൊല്ലം കഴിഞ്ഞിട്ട് 600 ADക്കോട് അടുപ്പിക്കുമ്പം വീണ്ടും ഈ ചോള, ചേര, പാണ്ഡ്യാസ് ഒന്നും കൂടെ തിരിച്ചു വരും. ആദ്യം പഠിക്കുന്നത് ഈ ലേറ്റർ പീരീഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പൊതുവേ ഈ സംഗം പീരീഡ് ഈ സൗത്ത് ഇന്ത്യ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കൃഷ്ണ നദിയുണ്ട്, കൃഷ്ണ നദി. ഈ കൃഷ്ണ നദിക്ക് താഴെയുള്ള ഭാഗത്തിനെയാണ് ഈ സൗത്ത് ഓഫ് കൃഷ്ണ റിവർ. അടുത്ത പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ആദ്യം കുറച്ച് ട്രൈബ്സ് ഉണ്ടായി, ആ ട്രൈബ്സ് ചേർന്നിട്ട് ജനാസ് ഉണ്ടായി. അപ്പം അങ്ങനെ ഒരു വലിയ ജനകളുണ്ടായി, മഹാജനപദങ്ങളുണ്ടായി. അങ്ങനെയാണ് 16 മഹാജനപദങ്ങൾ ഉണ്ടായതായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ 3 എണ്ണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ചേര, ചോള, പാണ്ഡ്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാകുന്നതിന് മുന്നേ ഏതെങ്കിലും തരത്തിലുള്ള ജോഗ്രഫിക്കലായ കാരണങ്ങൾ കൊണ്ട് പല സെപ്പറേഷൻസ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യം എങ്ങനെയായിരുന്നു ഈ ഏരിയ വിഭജിച്ചിട്ടുണ്ടായത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഏരിയകളെ പറയുന്നതാണ് തിണ. 5 തിണ, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ 5 തിണകളായിട്ടാണ് ഈ ഒരു ഏരിയനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ സ്ഥലത്തിന് പറയുന്നത്, ഇങ്ങനെയുള്ള സെപ്പറേഷന് പറയുന്നതാണ് 5 തിണ. അതായത് ഇപ്പം നമ്മളിപ്പം മലനാട്, ഇടനാട്, പിന്നെ തീരദേശം. ഇപ്പോൾ കേരളത്തിന് ഇപ്പം നമ്മളെ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി പ്രകാരം അങ്ങനെയാണ് പറയുക, 3 ആയിട്ട് തിരിക്കും. ഒന്ന് മലനാട്, പിന്നെ ഇടനാട്, പിന്നെ തീരപ്രദേശം. അപ്പോൾ അതുപോലെ ഈ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ സമതലം. അപ്പോൾ ആ രീതിയിലുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പീരീഡിലെ ഈ സെപ്പറേഷനെ 5 തിണകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈച്ച് തിണ ഹാഡ് എ ചീഫ് കോൾഡ് മൂവേണ്ടർ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൂവേണ്ടർ, അതായത് 3 എന്നുള്ള വാക്ക് മൂവേണ്ടർ എന്ന് പറയുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ 3 ചീഫ്. അപ്പോൾ അതാരൊക്കെയാണ്?
ഒന്ന് ചേര, ചോള, പാണ്ഡ്യാസ്. ഈ 3 ചീഫിനെയാണ് ഈ മൂവേണ്ടർ എന്ന് പറഞ്ഞ വാക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 5 ഡിവിഷനെ പറ്റി പറഞ്ഞു. അതാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ. ഈ 5ഉം ഏത് സ്ഥലത്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഈ തന്നിരിക്കുന്ന ഫിഗർ ഒരു ജോഗ്രഫിക് വെറുതെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, അല്ലാതെ ഈ ഒരു ഭാഗം മുഴുവൻ ഈ ഒരു തിണയാണെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 5ഉം എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം പറയുന്നതാണ് കുറിഞ്ചി. കുറിഞ്ചി ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വെർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ഹിൽ കുറിഞ്ചി. അപ്പോൾ ഇതെന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിബിഡ വനങ്ങൾ, അതായത് വലിയ വനങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വാക്കിനും കണക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ സംഭവം ഉപയോഗിക്കാം. കുറിഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ല, പക്ക ആക്യുറേറ്റ് ആയിരിക്കില്ല, എന്നാലും നമുക്ക് ഐഡിയ കിട്ടാൻ ഒരു വലിയ വനങ്ങൾ, നിബിഡ വനങ്ങളാണ് കുറിഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ത് ഓർമ്മിക്കുക, ഈ നീലക്കുറിഞ്ഞിയൊക്കെ പോകുന്നത് ഇടുക്കിയിലൊക്കെ അങ്ങ് ഹൈ റേഞ്ചിലായിരിക്കും, വലിയ കാടൊക്കെ കടന്നിട്ട് വേണ്ടി നീലക്കുറിഞ്ഞിയൊക്കെ കാണാൻ പോവുക. അപ്പോൾ നീലക്കുറിഞ്ഞി എന്ന് ഓർമ്മിക്കുക. കുറിഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ ഏത് രീതിയിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ പിന്നെ അവിടെയുള്ള കാട്ടുപഴങ്ങൾ, കാട്ടുമൃഗങ്ങളെയൊക്കെ ഹണ്ട് ചെയ്തിട്ടൊക്കെ ജീവിക്കും, അവിടുന്ന് ശേഖരിക്കുക. അതുപോലെ കാട്ടിൽ തേനുണ്ടാവും, കാട്ടുതേൻ. അപ്പോൾ അതൊക്കെ ശേഖരിച്ചും ആ രീതിയിലൊക്കെ ആയിരിക്കും ഫോറസ്റ്റിലുള്ള ആളുകൾ, അതായത് കുറിഞ്ചി തിണയിലുള്ള ആളുകളുടെ ലൈവ്ലിഹുഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിബിഡ വനമല്ല, കുറച്ചും കൂടി ഉയരം കുറഞ്ഞിട്ട് നമ്മളെ പുൽമേടുകളൊക്കെ പറയൂലേ, പുൽമേടുകൾ. അപ്പോൾ ഈ പുൽമേടുകൾ, ചെറിയ കുറ്റിക്കാടുകൾ, അതുപോലെ അതാണ് ഈ മുല്ലൈ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മുല്ലച്ചെടി, സാധാ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മുല്ലച്ചെടി എന്താണ്, ഒരു ഹൈറ്റ് കുറഞ്ഞൊരു ചെടിയാണ്, ഒരുപാട് മരത്തിൻ്റെ അത്രയൊന്നും ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കുറ്റിക്കാടാണ്. അപ്പോൾ ആ ഗ്രാസ് ലാൻഡിലൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് ഒരു ഗ്രാസ് ലാൻഡിൽ കാറ്റിൽ, അതായത് പശു, മാട്, ആട്, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഒക്കുപ്പേഷൻ. അത് കാടല്ല, ഗ്രാസ് ലാൻഡ്. അപ്പോൾ വീട്ടിൽ മുല്ലച്ചെടിയൊക്കെ പശു തിന്നുന്നതായിട്ട് ഓർമ്മിച്ച് കഴിഞ്ഞാൽ മുല്ലൈ എന്ന് പറയുമ്പോൾ ആ ചിത്രം മനസ്സിൽ വരും. മുല്ലൈ എന്ന് പറയുമ്പോൾ കുറ്റിക്കാട് അഥവാ ഗ്രാസ്, പുൽമേടുകൾ, പുല്ല് തിന്നാൻ പശു. അപ്പോൾ കാറ്റിൽ വളർത്തൽ, പശു വളർത്തൽ. അപ്പോൾ ജോഗ്രഫിക്കലായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ് അവിടുത്തെ ലൈവ്ലിഹുഡിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ മുല്ലൈ, രണ്ടാമത്തെ മുല്ലൈ, മൂന്നാമത്തെ പാലൈ. അപ്പോൾ ഈ പാലൈ എന്ന് പറഞ്ഞാൽ ആദ്യം നിബിഡവനം, രണ്ടാമത്തെ കുറ്റിക്കാട് അഥവാ ഗ്രാസ് ലാൻഡ്, അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ്സ്. ഈ പാലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രൈ ലാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായും അവിടെ മൃഗങ്ങളെ വളർത്താൻ പറ്റില്ല, പിന്നെ ഹണ്ട് ചെയ്യാൻ മൃഗങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാട്ടുപഴങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് അവരുടെ ഉദ്ദേശം എന്തായിരിക്കും, ഈ 2 ഭാഗത്തും കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള കൃഷിക്കാരുടെ സമ്പത്തും അഥവാ ഈ കാറ്റിൽ വളർത്തുന്ന പുൽമൈതാനങ്ങളിൽ പശുവിനെയും മറ്റുമൊക്കെ വളർത്തുന്ന ആളുകളുടെ പശുവിനെയും ഒക്കെ കട്ടെടുക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രാക്ടീസ് ഓഫ് സീസിങ് കാറ്റിൽ പ്രിവെയിൽഡ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മോഷണം നടത്തുന്നവർ പ്രധാനമായിട്ടും ഈ പാലൈ തിണയിലുള്ള ആളുകളാണ്. കാരണം അതിൻ്റെ കാരണം എന്താ, അപ്പോൾ അവിടെ കൃഷി ചെയ്യാനുള്ള ഫലഭൂയിഷ്ടമായ മണ്ണും ഇല്ല, അല്ലെങ്കിൽ വനത്തുനിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇല്ല ആൾ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കാറ്റിൽ വെൽത്ത്, ദ പ്രാക്ടീസ് ഓഫ് സീസിങ് കാറ്റിൽ, ദോസ് ഹു ചീഫ്ലി എൻഗേജ് ദ സ്റ്റീലിംഗ് കാറ്റിൽ വെർ ദ പീപ്പിൾ ഫ്രം പാലൈ. അപ്പോൾ ഇത് ഞാൻ ഓർമ്മിക്കൽ ഒരു നിലത്ത് ഒരു പാലിങ്ങനെ ഒഴിച്ചതായിട്ട് ആലോചിക്കുക. അപ്പോൾ എന്താണ് അത്, അവിടെ ഒരു ചെടിയോ പുല്ലോ ഒന്നും നമുക്ക് കാണൂല, ഒരു വെള്ള കളറ് ഡ്രൈ ലാൻഡ്, നിലത്തൊരു പാലിങ്ങനെ ഒഴിക്കുമ്പോൾ അതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ, ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു പച്ചപ്പോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ. അപ്പോൾ അതാണ് ഡ്രൈ ലാൻഡ്. പാലൈ എന്ന് പറയുമ്പോൾ ഡ്രൈ ലാൻഡ്. അടുത്തത് മരുതം. മരുതം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാ കൃഷിയിടം, ഫലഭൂയിഷ്ടമായ സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഫലഭൂയിഷ്ടി ഉണ്ടാകുമ്പോൾ അവിടെ റൈസ്, ഷുഗർ കെയിൻ അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യും. പിന്നെ അവിടെ കൃഷിയുണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ മരുതം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഇത് ഓർമ്മിക്കാനായിട്ട് യൂട്യൂബിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ മരുത നായകൻ എന്ന് പറഞ്ഞിട്ട് കമലഹാസൻ്റെ പഴയ നടക്കാതെ പോയൊരു സിനിമയുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ് മരുത നായകം. അതിൻ്റെ കഥ പറയാണ്. അപ്പോൾ ഈ മരുതം എന്നുള്ള വാക്കുന്ന്, അപ്പോൾ അതിൻ്റെ അകത്ത് കമലഹാസൻ ഒരു കാളേൻ്റെ മേലെ കയറിയിട്ട് ഒരു കുതിരപ്പുറത്തൊക്കെ വരുന്നത് പോലുള്ളൊരു സീനുണ്ട്. അപ്പോൾ മരുതം എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട സ്ഥലം. മരുതം നായകൻ, എൻ്റെ മനസ്സിൽ മരുതം എന്ന് പറയുമ്പോൾ കമലഹാസൻ ആ കാളപ്പുറത്ത് വരുന്നു. അപ്പോൾ കാള എന്ന് പറയുന്നത് നിലം ഉഴുവാനുള്ള ഒരു മൃഗമാണ്. അപ്പോൾ മരുതം കൃഷിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ മരുതത്തിലുള്ള ആളുകൾ
കൃഷി ചെയ്ത് കിട്ടുന്നതൊക്കെ ആര് കട്ടുകൊണ്ട് പോകും? ഈ പാലയിലുള്ള ആളുകൾ കട്ടുകൊണ്ട് പോകും. 5 എന്ന് പറഞ്ഞാൽ നെയ്തൽ. നെയ്തൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ തീരപ്രദേശം, ഈ തീരപ്രദേശത്തുള്ള ആളുകൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും മീൻ, കടലിൽ നിന്ന് മീൻ പിടിക്കുക, അതുപോലെ ഉപ്പിൽ നിന്ന് സാൾട്ട് ശേഖരിക്കുക. ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷനാണ് അവരുടെ മേജർ പരിപാടി. സാൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവാപ്പറേറ്റിംഗ് സീ വാട്ടർ. അപ്പോൾ 5 കാര്യങ്ങൾ. അപ്പോൾ നെയ്തൽ ഓർമ്മിക്കാൻ ഞാൻ നെയ്മീൻ എന്ന് ഓർമ്മിക്കുക. നെയ്തൽ എന്ന് പറയുമ്പോൾ നെയ്മീൻ, നെയ്മീൻ എന്ന് പറയുമ്പം തീരപ്രദേശം. അപ്പോൾ അവരുടെ ജോലിയും കിട്ടി, ആ ജോഗ്രഫിക്കൽ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും മനസ്സിലായി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 5 തിണയുണ്ട്. അപ്പോൾ ഈ തിണ എന്നാണ് ആ സമയത്തെ ഈ മലനാട്, ഇടനാട് എന്നൊക്കെ നമ്മളിപ്പം പറയുന്നത് പോലെയുള്ള ആ സെപ്പറേഷനെ പറയുന്നതാണ് തിണ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, അതാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുമ്പോൾ നീലക്കുറിഞ്ഞി ഓർമ്മിക്കുക. നീലക്കുറിഞ്ഞി ഉണ്ടാവുക കാട്ടിലെ കൂടെ പോയിട്ടൊക്കെ വേണം നീലക്കുറിഞ്ഞി കാണാൻ. അപ്പോൾ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, കാട്ടിലെ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുക, അവിടെയുള്ള ഫലങ്ങൾ, കാട്ടുപഴങ്ങൾ, കാട്ടുതേൻ അതൊക്കെ ശേഖരിക്കുക, അതാണ് കുറിഞ്ചി. അടുത്ത രണ്ടാമത്തത് മുല്ലൈ. മുല്ലൈ എന്ന് പറയുമ്പോൾ മനസ്സിൽ മുല്ലച്ചെടി. മുല്ലച്ചെടി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടിയാണ്. അപ്പോൾ അത് പശു വന്ന് തിന്നും. അല്ലെങ്കിൽ മുല്ലൈ എന്ന് പറയുമ്പോൾ അതുപോലെ ചെറിയ പുൽമേടുകൾ ഓർമ്മിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പുല്ല് തിന്ന് പശു വളർത്താം, ആടിനെ വളർത്താം. അപ്പോൾ അതുപോലത്തെ ആനിമൽ ഹസ്ബൻഡറിയാണ് അവരുടേത്. 3 എന്ന് പറയുമ്പോൾ പാലൈ. പാലൈ എന്ന് പറയുമ്പോൾ ഡ്രൈ ലാൻഡ്. പാലൈ എന്ന് പറയുമ്പോൾ ഡ്രൈ ലാൻഡാണ് ഓർമ്മ വരേണ്ടത്, ഡ്രൈ ലാൻഡ്. അപ്പോൾ അവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ കാറ്റിൽ ലിഫ്റ്റേഴ്സ്, അതായത് കള്ളന്മാർ, പ്ലണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് എന്നുള്ള അർത്ഥം. അപ്പോൾ 4മത്തത് മരുതം. മരുതം എന്ന് പറയുമ്പോൾ കമലഹാസൻ മരുതനായകൻ എന്ന് പറഞ്ഞൊരു സിനിമേൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്, അതിലൊരു സീനുണ്ട്, ഒരു ഹാഫ് കട്ട് ട്രെയിലർ. അപ്പോൾ അതിലൊരു കാളപ്പുറത്ത് ഇങ്ങനെ വരുന്നൊരു സീനുണ്ട്. അപ്പോൾ മരുതം എന്ന് പറയുമ്പോൾ കൃഷി, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഫലഭൂയിഷ്ടമായ സ്ഥലമായിരിക്കും. അരി, നെല്ല്, പഞ്ചസാര അതൊക്കെയാണ് അവിടെ കൃഷിയായിട്ട് ഉപയോഗിച്ചത്. 5മത്തെ നെയ്തൽ. നെയ്തൽ എന്ന് പറയുമ്പോൾ നെയ്മീൻ എന്ന് ഓർമ്മിക്കുക. നെയ്തൽ എന്ന് പറയുമ്പോൾ നെയ്മീൻ. അപ്പോൾ നമ്മളെ കോസ്റ്റൽ ഏരിയ, ഫിഷിംഗ് ആൻഡ് സാൾട്ട് കളക്ഷൻ. അപ്പോൾ 5 തിണകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പറഞ്ഞു. ആ തിണേൻ്റെ ചീഫിനെ വിളിക്കുന്ന പേര് മൂവേണ്ടർ എന്നാണ്. മൂവേണ്ടർ എന്ന് പറയുമ്പോൾ 3 എന്നുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ അതായത് ചേര, ചോള, പാണ്ഡ്യ. ഇനി അവർ ആ 3 ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ മെഗാലിത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഇതുപോലുള്ള 5 തിണകളാക്കിയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പതുക്കെ ഈ ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ മറ്റേൻ്റെ അകത്ത് ചെറിയ കുറച്ച് ആളുകൾ കൂട്ടം ചേർന്നിട്ട് ട്രൈബുകൾ രൂപപ്പെട്ടു. ആ ട്രൈബുകളിൽ നിന്ന് പതുക്കെ ജന എന്ന് പറയുന്ന കുറച്ച് ജനങ്ങളുടെ ഒരു കൂട്ടം രൂപപ്പെട്ടു. പിന്നെ അത് 16 മഹാജനപദങ്ങളായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹാജനപദങ്ങൾ. ഇവിടെ അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പറയുന്നത് ഇതുപോലെ 3 പ്രധാനപ്പെട്ട ആളുകളാണ് സംഘം പീരീഡിൽ. ഒന്ന് ചേര, കേരളത്തിൻ്റെ ഒരു ഭാഗം, പിന്നെ ഈ പാണ്ഡ്യാസ്, പിന്നെ ചോളാസ്. ഇങ്ങനെ 3ആയിട്ടാണ് പ്രധാനമായിട്ടും ഈ പീരീഡിനെ തിരിച്ചത്. ഇവിടെ പറയുന്ന പേര് സംഘം പീരീഡ് എന്ന്. അതായത് സംഘം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംഘം, സംഗമം എന്നൊക്കെയുള്ള അർത്ഥം. അതായത് ഒരു കൂട്ടായ്മ. ഇവിടെ ഈ 3 സ്ഥലത്തെയും ആളുകൾ ഒരു സ്ഥലത്ത് വന്ന് ചേരും. ഇപ്പോൾ ഇങ്ങനെ വന്ന് ചേർന്നിട്ട് അപ്പോൾ ഇവിടെ കവികളുണ്ടാവും, പിന്നെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ഉണ്ടാവും, ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അവരൊക്കെ ഒരു സ്ഥലത്ത്, ഇപ്പോൾ മധുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ വരിക. ഈ പാണ്ഡ്യയുടെ കീഴിലുള്ള മധുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരെല്ലാവരും കൂടെ വരിക. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ പ്രധാനപ്പെട്ട കൃതികൾ, പ്രധാനപ്പെട്ട തമിഴ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ അവർ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, ഒരു ഏരിയയിൽ നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ആ സംഗമത്തിന് വിളിക്കുന്ന പേരാണ്, ആ സമയത്ത് വിളിക്കുന്ന പേരാണ് സംഘം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഈ ചേരാസിനെ വിളിക്കുന്നത് കേരള പുത്രാസ് എന്നാണ്. അപ്പോൾ കേരള പുത്രാസ് എന്നുള്ള വാക്കാണ് ഈ ചേര. ചേര എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം, തമിഴ്നാടും കേരളത്തിൻ്റെ വലിയ ഭാഗവും, അവരെ കേരള പുത്രാസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ 3 ചേര, ചോള, പാണ്ഡ്യാസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ആദ്യം ചേരാസിനെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ ഈ കേരള തമിഴ്നാട് ഭാഗം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇവരുടെ പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കടലുമായി, ഈ 3 ആക്കും കടൽ തീരമുണ്ട്. അപ്പോൾ മറ്റ്
ആയി ബന്ധപ്പെടാനുള്ള പോർട്ടുകൾ ഏതാണ്, പിന്നെ അവിടുത്തെ ക്യാപിറ്റൽ, പോർട്ടുകൾ, പിന്നെ എംബ്ലം. ഇതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ 3 എണ്ണത്തിലും. അപ്പോൾ ചേരാസിൻ്റെ ക്യാപിറ്റൽ വഞ്ചി എന്നാണ് ക്യാപിറ്റലിൻ്റെ പേര്. പോർട്ട് സിറ്റി വഞ്ചി ക്യാപിറ്റൽ. പോർട്ട് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസിരീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എറണാകുളം, തൃശ്ശൂർ, ആ കൊടുങ്ങല്ലൂർ ഭാഗമാണ് ഈ മുസിരീസ് എന്ന് പറയുന്നത്. നമ്മളെ കൊച്ചിയിൽ ബിനാലെ നടക്കുമ്പോൾ അതിൻ്റെ കൊച്ചി ബിനാലെ, മുസിരീസ് ബിനാലെ എന്ന് എഴുതലുണ്ട്. അപ്പോൾ ആ മുസിരീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത്. അപ്പോൾ പണ്ട് ഈ കൊച്ചീൻ്റെയൊക്കെ ഈ കടലിനോട് നിന്ന ഭാഗത്ത് ഈ പ്രളയം സംഭവിക്കുന്നതിനൊക്കെ മുമ്പ് വേറൊരു ഏരിയ ഉണ്ടായിരുന്നു എന്നും അവിടെ ഒരുപാട് മറ്റേ റോമൻസും ഗ്രീക്കുകാരും മറ്റുമൊക്കെ ആയിട്ട് പിന്നെ വാണിജ്യം നടത്തിയിരുന്ന വലിയൊരു പോർട്ട് സിറ്റി, ആ ഇപ്പോൾ കടലെടുത്ത് പോയ എത്രയോ വർഷം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പ്രളയത്തിൽ ഈ മുസിരീസും ഇതൊക്കെ കടലെടുത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയാണ് ചേരാസിൻ്റെ പോർട്ട് സിറ്റി. ഇപ്പം ആ സ്ഥലത്തിന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭാഗം ആയിരിക്കും എന്നാണ് പറയുന്നത്. മലപ്പുറം, കൊടുങ്ങല്ലൂർ, അങ്ങനെ പല സ്ഥലവും പറയല്ല. ഇപ്പം SSC പ്രകാരം ആ സ്ഥലത്തിൻ്റെ പേര് മുസിരീസ് എന്നാണ്. അതിന് കൊടുങ്ങല്ലൂർ ഭാഗമാണത്. പോർട്ട് സിറ്റി മുസിരീസ് ആൻഡ് തോണ്ടി. ഇവരെ എംബ്ലം ബോ ആൻഡ് ആരോ, അമ്പും വില്ലും. അപ്പോൾ ചേരാസിൻ്റെ എംബ്ലം അമ്പും വില്ലും. ഈ 3 ആൾക്കും ഓരോ എംബ്ലംസ് ഉണ്ട്. അപ്പോൾ 3 പോയിന്റുകൾ: ഒന്ന് ക്യാപിറ്റൽ വഞ്ചി, പോർട്ട് 2 എണ്ണം, ഒന്ന് മുസിരീസും പിന്നെ ഒന്ന് തോണ്ടി, പിന്നെ എംബ്ലം എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും. അപ്പോൾ ഒരാളെ പേര് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ. ഒന്ന് സെങ്കുത്തവൻ എന്ന് പറയുന്നത് ഈ ചെങ്കുത്തവൻ എന്നുള്ള അർത്ഥം, അതായത് റെഡ് ഇപ്പോൾ ചെങ്കല്ല് എന്ന് പറയുന്നത് റെഡ് സ്റ്റോണാണ്. അപ്പോൾ അതുപോലെ ഈ ചുവപ്പ് നിലയിൽ നിന്നായിരിക്കും ഈ സെങ്കുത്തവനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ചുവപ്പ് എന്നുള്ള അർത്ഥത്തിൽ റെഡ് ചേര എന്നാണ് ഗ്രേറ്റസ്റ്റ് ചേര. ഒരാളെ പേരെ ഇവിടെ നോക്കാനുള്ളൂ, റെഡ് ചേര. പിന്നെ അവിടുത്തെ ഗോഡസ് എന്ന് പറയുന്നത് കണ്ണകി എന്ന് പറഞ്ഞാൽ കന്യക എന്നുള്ള അർത്ഥമൊന്നും അറിയില്ല. കാരണം ഈ ഗോഡസ് ഓഫ് ചാസ്റ്റിറ്റി, ഇപ്പോൾ വർഷിപ്പ്ഡ് കണ്ണകി. ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രത, മറ്റേ ഇതുണ്ടല്ലോ, ഗോഡസ് ഓഫ് ചാസ്റ്റിറ്റി എന്നാണ് പറയുന്നത്, പവിത്രത എന്നൊക്കെയുള്ള അർത്ഥം. പിന്നെ ഈ ചേരാസിനെ പറ്റി പറയുന്ന പഴയൊരു ഇൻസ്ക്രിപ്ഷനാണ് പുഗലൂർ ഇൻസ്ക്രിപ്ഷനിൽ ഈ ചേരാസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ചേരാസുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 3 ആൾക്കും ഓരോ സിമ്പൽ ഉണ്ട് എന്ന് പറഞ്ഞു. ചേരാസിൻ്റെ സിമ്പൽ അമ്പും വില്ലും, ബോ ആൻഡ് ആരോ ആണ്. ഇവിടുത്തെ പോർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് മുസിരീസ്, പിന്നെ ഒന്ന് തോണ്ടി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വജ്ജി എന്ന് പറഞ്ഞാൽ വേറെയുണ്ട് വൈശാലിയിൽ, അത് മഹാജനപദം പഠിക്കുമ്പോൾ വേറെയുണ്ട്. ഇത് വജ്ജിയല്ല, വഞ്ചി. അടുത്തത് 2ാമത്തെ ചോളാസ്. ഇപ്പോൾ ലൊക്കേഷൻ ഏകദേശം മനസ്സിലുണ്ടാവണം. ഇത് ചേരാസ്, ഇത് പാണ്ഡ്യ, ഇവിടെയാണ് ചോളാസ് വരുന്നത്. ചോളാസിനെ വിളിക്കുന്നതാണ് ചോളമണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കോസ്റ്റൽ ഏരിയ പഠിക്കുമ്പം നമ്മൾ ഈ മലബാർ പഠിക്കുമ്പോൾ അതേപോലെ ഇവിടെ നമ്മളെ കൊങ്കൺ, മലബാർ എന്നൊക്കെ പറയുന്നത് പോലെ കൊങ്കൺ തീരം പറയുന്നത് പോലെ ഇവിടെ കോറമണ്ഡൽ തീരം എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അപ്പോൾ അത് ചോളമണ്ഡലം, ചോളാസിൻ്റെ സ്ഥലമാണ് ചോളമണ്ഡലം. ഈ കടലിനെ വരെ ചോളാസ് ലേക്ക് എന്നോ അങ്ങനെ എന്തോ അവർ പറയലുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റ് പാണ്ഡ്യാസ്, ഇപ്പോൾ ഈ ഒരു ഭാഗം നോർത്ത് ഈസ്റ്റ് പാണ്ഡ്യാസ്. അപ്പോൾ 2 നദികൾക്കിടയിലാണ് ഈ ചോളാസ് ഉള്ളത്. ഒന്ന് പെന്നാറും പിന്നൊന്ന് വേലാറും. വേലാർ റിവറുകൾക്കിടയിലാണ് ചോളാസ്. പിന്നെ മെയിൻ 3 കാര്യം: ക്യാപിറ്റൽ, എംബ്ലം, പോർട്ട്. ക്യാപിറ്റൽ ആണെങ്കിൽ ഉറയൂറിൻ്റെ മറ്റൊരു പേരാണ് പുഹർ എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് ക്യാപിറ്റൽ ഉറയൂർ അഥവാ പുഹർ. ഈ പുഹറിനെയാണ് പിന്നീട് വരുന്ന ചോളാസ് കാവേരി പട്ടണം എന്ന് വിളിക്കുന്നത്. കാവേരി നദിക്കരയിലുള്ള പട്ടണം എന്നുള്ള അർത്ഥത്തിൽ പുഹർ അഥവാ കാവേരി പട്ടണം. പിന്നെ ഉറയൂർ. ഇവിടുത്തെ സിമ്പിൾ, ചോളാസിൻ്റെ സിമ്പിൾ ടൈഗറാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ചോളാസിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ടൈഗറാണ് ചോളാസിൻ്റെ സിമ്പിൾ. ഇവിടെ ചേരാസിന് അമ്പും വില്ലും, ചോളാസിന് ടൈഗർ. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ കോട്ടൺ ക്ലോത്ത് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് കോട്ടണൊക്കെ കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടണിനെ സിന്തോൺ എന്നുള്ളൊരു പേരിൽ വിളിക്കലുണ്ട്. ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് കോട്ടൺ ക്ലോത്ത് ട്രേഡ് നടത്തിയിട്ടുണ്ട് എന്നാണ്.
അപ്പോൾ ചോളാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇനി വരുന്ന ചോളാസിൻ്റെ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ നേവി, അതായത് നമ്മുടെ കടലിലേക്കൂടെ പോകുന്ന കപ്പലുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ വൈദഗ്ധ്യം ഈ ചോളാസിലുണ്ട്. മെയിൻറ്റെയിൻഡ് ആൻഡ് എഫിഷ്യൻറ്റ് നേവി. അതുകൊണ്ടാണ് ഈ ചോളാസാണ്, ഇനി വരുന്ന ചോളാസ് ഈ ഒരു ഭാഗം മുഴുവൻ ഇന്ത്യ, ഈ ഒരു ഭാഗം ശ്രീലങ്ക, ഇതൊക്കെ ഇവർ കോൺകർ ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഈ നേവി പവർ യൂസ് ചെയ്തുകൊണ്ടാണ്. അടുത്തൊരു പോയിന്റ് എളര, ഏർലിയസ്റ്റ് റൂളർ എളര. പക്ഷേ SSCയിൽ ഇമ്പോർട്ടൻറ്റ് റൂളർ എന്ന് പറയുന്നത് കരികാലൻ എന്നാണ്. മറ്റേ സിനിമയിലൊക്കെ പറയുന്നുണ്ട് കരികാലൻ, കരൈക്കാൽ, അതാണ് ഗ്രേറ്റസ്റ്റ് റൂളർ. ഈ നമ്മളിപ്പം പറയുന്നത് ഈ 300 AD മുന്നേ ഉള്ള ചോളനെ പറ്റിയിട്ടാണ്. അതായത് 300 AD മുന്നേ ഉള്ള ഒരു ചോള, 600 വർഷത്തെ. ഈ 600 AD ശേഷം വരുന്നതാണ് ഇനി വരുന്ന ലേറ്റർ ചോളാസ്, അത് വേറെയാണ്. ഇത് സംഘം പീരീഡിലെ ചോളാസ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റൂളറാണ് കരൈകാലൻ. അപ്പോൾ ഒരു ബാറ്റിലിനെ പറ്റി പറയുന്നുണ്ട്, ബാറ്റിൽ ഓഫ് വെന്നി. ഈ ചോളാസ് മറ്റ് 2 ആളുകളുണ്ട്, ചേരാസും പാണ്ഡ്യാസും. ഇവർ 2 പേരും ചേർന്നുകൊണ്ട് ചോളാസ് തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റിൽ ഓഫ് വെന്നി, കാവേരി നദിക്ക് അരികിൽ നടന്ന ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് വെന്നി. ഇതിൽ ചോളാസ് മറ്റ് 2 പേരെയും തോൽപ്പിക്കുന്നു. അപ്പോൾ ആദ്യം ചേരാസിനെ പറ്റി പറഞ്ഞു, കേരളത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ചേര. പിന്നെ അടുത്തതാണ് ചോളാസ്. അത് അതിൻ്റെ എംബ്ലം ടൈഗർ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എംബ്ലം ടൈഗർ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉറയൂർ അഥവാ പുഹർ. അപ്പോൾ അവരുടെ പോർട്ട് സിറ്റി ഏതാണ്? ഈ കാവേരി പട്ടണമാണ് അവരുടെ പോർട്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉറയൂർ, പുഹർ. ചേരാസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വഞ്ചി. 2 പോർട്ടുകളുണ്ട്, ഒന്ന് നമ്മളെ മുസരീസും പിന്നൊന്ന് തോണ്ടിയും. അതുപോലെ അടുത്ത മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ പാണ്ഡ്യാസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, ഏറ്റവും സൗത്തിൽ വരുന്ന ഒരു ഭാഗം പാണ്ഡ്യാസിൻ്റെതാണ്. റൂൾഡ് ഇൻ തമിഴ്നാടു. ക്യാപിറ്റൽ മധുരൈ. അപ്പോൾ ഈ മധുരൈ ഓർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സംഗമങ്ങളൊക്കെ നടക്കുന്നത്, സംഘം പീരീഡിലെ തമിഴ് സംഗംസ് നടക്കുന്നത് ഈ മധുരയിലാണ്. ഈ മധുരൈ നമ്മൾ പറയുന്ന മധുരൈ അല്ലാതെ ഈ കടലെടുത്ത് പോയ വേറൊരു മധുരൈ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നോക്കാം. അതുകൊണ്ട് അപ്പോൾ ക്യാപിറ്റൽ മധുരൈ, ഓൺ ദ ബാങ്ക്സ് ഓഫ് വൈഗൈ റിവറിൻ്റെ കീഴിലുള്ള മധുരൈ. എംബ്ലം ഫിഷ്. അപ്പോൾ ആദ്യത്തെ കേരളത്തിൻ്റെ ഭാഗത്തുള്ള ചേരാസിൻ്റെ സിമ്പൽ അമ്പും വില്ലും. രണ്ടാമത്തെ ചോളാസിൻ്റെ സിമ്പൽ കടുവ. ഇവിടെ ചേരാസിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ മീൻ, ഫിഷാണ് പാണ്ഡ്യാസിൻ്റെ സിമ്പൽ. ഫസ്റ്റ് അടുത്തത് എംബ്ലം ഫിഷ്. ഇനിയിപ്പോൾ ഈ പാണ്ഡ്യാസിനെ പറ്റി മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറഞ്ഞ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പീപ്പിൾ ഫേമസ് ഫോർ ട്രേഡിങ് പേൾസ് എന്നാണ്. അപ്പോൾ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. പേൾസ് ട്രേഡ് ചെയ്യുന്നത് ഇതിൽ ആരാണ് എന്നുള്ളതാണ്. പാണ്ഡ്യാസ്. അപ്പോൾ മെഗസ്തനീസ് എന്ന് പറയുന്നത് ഇൻഡിക്ക എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളാണ്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ പേൾസ് വെസ്റ്റിലേക്ക് ട്രേഡ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ പാണ്ഡ്യാസാണ്. അപ്പോൾ കോട്ടൺ, ചോളാസ്, പേള് ട്രേഡ് ചെയ്ത് പാണ്ഡ്യാസ്. അപ്പോൾ ആ സമയത്തുള്ള റോമൻ എംപയറുമായിട്ടൊക്കെ ട്രേഡിങ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, ക്യാപിറ്റൽ മധുരൈ, പോർട്ട് എന്ന് പറയുന്നത് കോർക്കൈ. പോർട്ട് എന്ന് പറഞ്ഞാൽ കോർക്കൈ. ഇവിടെ ഇതിൻ്റെ പോർട്ട് കോർക്കൈ. ഇത് ഒരു കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഇത് വായിൽ വരാത്തതുകൊണ്ട് കുറേ ആൾക്ക് തെറ്റും. പോർട്ട് പാണ്ഡ്യാസിൻ്റെയാണ് കോർക്കൈ എന്ന് പറഞ്ഞാൽ പാണ്ഡ്യാസിൻ്റെ പോർട്ടിൻ്റെ പേരാണ്. പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് പോർട്ട് കോർക്കൈ. ക്യാപിറ്റൽ മധുരൈ. എംബ്ലം ഫിഷ്. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ചേരാസുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലം കേരളം തമിഴ്നാട്. ക്യാപിറ്റൽ വഞ്ചി. പോർട്ട് എന്ന് പറഞ്ഞാൽ മുസരീസ്. ക്യാപിറ്റൽ വഞ്ചി, പോർട്ട് മുസരീസും തോണ്ടിയും. സിമ്പൽ എംബ്ലം ബോ ആൻഡ് ഏരോ, അമ്പും വില്ല്. അപ്പോൾ അമ്പും വില്ല്, വഞ്ചി, മുസരീസ് അഥവാ തോണ്ടി, 2 അടുത്തത് ചോളാസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തമിഴ്നാടിൻ്റെ മേലെയുള്ള ഭാഗം. അവരുടെ ക്യാപിറ്റൽ ഉറയൂർ. അഥവാ വേറൊരു ക്യാപിറ്റലാണ് കാവേരി പട്ടണം. അതിൻ്റെ മറ്റൊരു പേരാണ് പുഹർ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടുത്തെ പോർട്ട് സിറ്റിയാണ് പുഹർ അഥവാ കാവേരി പട്ടണം. പിന്നെ സിമ്പൽ എന്ന് പറയുന്നത് ടൈഗർ, ടൈഗർ. ഈ 3 കാര്യങ്ങൾ മെയിനായിട്ട് ഓർമ്മിക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബാറ്റിൽ ഓഫ് വെന്നി ആരും തമ്മിലുള്ളതാണ്. ചോളാസും പാണ്ഡ്യയും ചേരാസും കൂടി ചേർന്നിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ ചോളാസാണ് ജയിക്കുന്നത്. മൂന്നാമത്തെ പാണ്ഡ്യാസ്, എംബ്ലം ഫിഷ്. അപ്പോൾ ഏറ്റവും താഴെയുള്ളതുകൊണ്ട് അവർക്ക് ഫിഷാണ് എംബ്ലം. ക്യാപിറ്റൽ മധുരൈ ഓർമ്മിക്കേണ്ടത് 3 സംഗമങ്ങളൊക്കെ നടക്കും. ഇനി വരാൻ പോകുന്നുണ്ടത് സംഗംസ്, തമിഴ് സംഗംസ് നടക്കുന്നത് മധുരയിൽ വെച്ചിട്ടാണ്. വൈഗൈ റിവറിൻ്റെ കരയിലാണ്. ഇനി പോർട്ട് കോർക്കൈ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ട് കോർക്കൈ. പാണ്ഡ്യാസിനെ മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ പരാമർശിക്കുന്നുണ്ട്. ട്രേഡിംഗ് ഫോർ പേൾസ്, ഫേമസ് ഫോർ ട്രേഡിംഗ് പേൾസ്. അടുത്തതാണ് ഈ സംഗംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ഒരു മാസമോ 2 മാസമോ അല്ല, ഈ ഒരുപാട് കാലത്തെ. അപ്പോൾ ഇത് കുറച്ച് കറക്റ്റ് തെളിവുകളൊന്നും ഇതിനെ പറ്റിയിട്ട് ഇല്ലാത്തതുകൊണ്ട് പലതും പല രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലയിൽ പറയുന്നത് ആദ്യത്തെ സംഗമം 2000 വർഷമൊക്കെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീറ്റിങ്ങിനെയല്ല ഉദ്ദേശിക്കുന്നത്, ആ ഒരു വലിയ പീരീഡിനെ മൊത്തത്തിൽ യൂസ് ചെയ്യാൻ. 3 സംഗംസ്, നമ്മളെ 3 സംഗംസാണ് നടന്നത് ടോട്ടലി. അപ്പോൾ അത് പാട്രണൈസ് ചെയ്യുന്നത് പാണ്ഡ്യാസാണ്. അതായത് ഇവർ പാണ്ഡ്യ, ചേര, ചോള, ചേര എന്നാണ്. അപ്പോൾ ഇതിൽ പാണ്ഡ്യാസാണ് സംഗംസ് നടത്തുന്നത്. അപ്പോൾ ഈ റീജിയൻ മുച്ചംഗം എന്ന് പറയാം. മുച്ചംഗം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് 3 സംഘം എന്നുള്ള ഇതിൽ നിന്നായിരിക്കും മുച്ചംഗം വന്നിട്ടുണ്ടാവുക. 3 സംഘം, അത് ലോപിച്ച് മുച്ചംഗം എന്നായതായിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ ഫസ്റ്റത്തെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഇവിടുന്ന് കിട്ടിയ ലിറ്ററേച്ചറിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫസ്റ്റത്തേൽ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ദൈവങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഫാൻറ്റസീൻ്റെ ടൈപ്പ് മനസ്സിലായല്ലോ. പ്രോപ്പർ ഹിസ്റ്ററി അല്ല ഇത്, ഒരു കുറച്ച് ഈ രീതിയിലുള്ള ഒരു സംഭവമാണ്. അതായത് ഈ ആദ്യത്തെ സംഗമത്തിൽ പങ്കെടുത്തത് ശിവൻ, പിന്നെ അങ്ങനെ ദൈവങ്ങളൊക്കെ പങ്കെടുക്കുന്ന സംഘമാണ് മധുരയിൽ വെച്ച് നടന്ന ആദ്യത്തത്. ഇവിടെയും മധുരയിൽ തന്നെയാണ് പറയുന്നത്. അവിടുത്തെ ലിറ്ററേച്ചർ ഒന്നും ഫൗണ്ട് ചെയ്തിട്ടില്ല. അഗസ്ത്യ മുനിയാണ് ഇത് ചെയ്തത്, നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിൽ ദൈവങ്ങളൊക്കെ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ സെറ്റപ്പ് മനസ്സിലായില്ല. ഒരു 1000 വർഷം നീണ്ടു നിന്നു, 2000 വർഷം നീണ്ടു നിന്നൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തത് കപടപുരം, അത് തോൽക്കാപ്പിയാർ. ഇവിടുന്ന് ഒരു പുസ്തകം മാത്രം കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തെ. ഒരു പുസ്തകം, തോൽക്കാപ്പിയാറിൻ്റെ തോൽക്കാപ്പിയം, അതായത് തമിഴുമായി ബന്ധപ്പെട്ട തമിഴ് ടെക്സ്റ്റിലെ ഏർലിയസ്റ്റ് ഗ്രാമാറ്റിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഈ തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. ഇത് ഒരു ഗ്രാമറുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇത് എഴുതിയ ആളാണ് തോൽക്കാപ്പിയാറിൻ്റെ തോൽക്കാപ്പിയം, ഏർലിയസ്റ്റ് ഗ്രാമാറ്റിക്കൽ തമിഴ് ടെക്സ്റ്റ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പറ്റി പറയുന്നത് ഈ 2 സ്ഥലങ്ങളും ഇന്നിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ മധുരയോ കപടപുരോ അല്ല. ഇത് മറ്റേതൊക്കെ ഹിന്ദിക്കാരൻ്റെ PDF-ലുള്ളതായിരുന്നു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത് ഈ മധുര എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കുമാരി കണ്ടം എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മളെ മഡഗാസ്കറിലേക്കൊക്കെ ഭൂമി ഉണ്ടായിരുന്നു എന്നും ഇവിടുന്ന് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നും. ഇതാണിപ്പോൾ ഇന്ത്യ പറയുന്നത്. ഇത് കടലെടുത്ത് പോയി എന്നാണ് പറയുന്നത് ഈ സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ഈ പാണ്ഡ്യൻ കിങ്ഡം, ഇവിടെയാണ് ഈ പറയുന്ന മധുരയൊക്കെ ഉണ്ടായത്, നമ്മളെ മധുരയൊക്കെ ഉണ്ടാവുന്നത്, മധുര. അപ്പോൾ ഇതൊക്കെ വീണ്ടും കടലെടുത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കുമാരി കണ്ടം എന്നൊക്കെ പറയുന്നത്. ഇവിടെയൊക്കെ ആയിരുന്നു ഫസ്റ്റത്തെ സംഘമൊക്കെ നടന്നു എന്നാണ് നെറ്റിൽ പറയുന്നത്. അപ്പോൾ SSCയിൽ ഈ PDF ഉണ്ടാക്കിയത് ഹിന്ദിക്കാരനാണ്. മൂപ്പര് കറക്റ്റ് SSCൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് PDF ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യുക. ആദ്യത്തെ സംഗമം നടന്നത് മധുരയിൽ, അതിൽ ദൈവങ്ങളൊക്കെ പങ്കെടുത്തു, ലിറ്ററേച്ചർ എവിഡൻസ് ഒന്നുമില്ല. രണ്ടാമത്തത് കപടപുരത്ത് ഒരു ലിറ്ററേച്ചർ എവിഡൻസ് ഉണ്ട്, തോൽക്കാപ്പിയാറിൻ്റെ തോൽക്കാപ്പിയം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് തമിഴ് ഏർലിയസ്റ്റ് ഗ്രാമറാണ്. മൂന്നാമത്തതാണ് മധുരൈ. ഇവിടുന്ന് ഒരുപാട് എവിഡൻസ് പുസ്തകങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നക്കിരാറാണ്. തേർഡ് നടക്കുന്നത് മധുരയിൽ. ഇത് 3ഉം പാട്രണൈസ് ചെയ്യുന്നത് പാണ്ഡ്യാസാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സംഘം ലിറ്ററേച്ചേഴ്സ് ഉണ്ടാകുന്നത്. 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് സ്റ്റോറി ടൈപ്പും രണ്ടാമത്തെ പോയറ്റിക്കും. പോയറ്റിക്കിനാണ് ഡൈഡാറ്റിക് എന്ന് പറയുന്നത്, സ്റ്റോറി ടൈപ്പിനാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. ഡൈഡാറ്റിക്കും നറേറ്റീവും.
അപ്പോൾ മേൽക്കണക്ക് കീഴ്ക്കണക്ക് 8 മേജർ വർക്ക്സ് ഉണ്ട്, 18 മൈനർ വർക്ക്സ് ഉണ്ട്. അകം പുറം ജസ്റ്റ് ഇതാണ് ഇമ്പോർട്ടൻ്റ്. സംഘം ലിറ്ററേച്ചർ മൂന്നാമത്തേന് ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട, ഇപ്പോൾ നമുക്ക് മഹാഭാരതം രാമായണം എന്നൊക്കെ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സിലപ്പതികാരം അല്ല ഒരു ഏറ്റവും തമിഴ് എപ്പിക്സ്, ഇപ്പോൾ തമിഴിൽ പ്രധാനമായും 5 എപ്പിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇതിഹാസ കാവ്യം അതുപോലത്തെ തമിഴിലെ ഒന്നാണ് സിലപ്പതികാരം, തമിഴ് എപ്പിക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞ പിന്നെ തോൽക്കപ്പിയം ഒരു ഗ്രാമാറ്റിക്കൽ ടെസ്റ്റാണ്, എപ്പിക്കല്ല. തോൽക്കപ്പിയം ഒരു ഗ്രാമാറ്റിക്കൽ ടെസ്റ്റാണ്. അടുത്ത പറയുന്നതാണ് സിലപ്പതികാരം. സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികളാണ് സിലപ്പതികാരം എഴുതിയത്. അത് 2-3 ആളുകളുടെ കഥയാണ്. അതായത് കോവലൻ കണ്ണകി, കോവലൻ്റെ ഭാര്യയാണ് കണ്ണകി. കോവലൻ്റെ വേറൊരു ദാസിയാണ് മാധവി. ഈ 3 പേരും, ഈ കോവലൻ കണ്ണകിയും മാധവിയും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് സിലപ്പതികാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കണ്ണകിയെ വിളിക്കുന്നത് ഗോഡസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ചേസിറ്റി എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവിത്രത, ഈ അതുമായി ബന്ധപ്പെട്ടതാണ് കണ്ണകി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ അത് എന്തെങ്കിലും ഈ ദിലീപിനെ ഗോപാലൻ എന്നാണ് വിളിക്കൽ. അപ്പോൾ അതിനെ കളിയാക്കിയിട്ട് കോവാലൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ മാധവി എന്ന് പറഞ്ഞാൽ കാവ്യാമാധവൻ. പിന്നെ കണ്ണകി ഉദ്ദേശിക്കുന്നത് ഭാര്യ മഞ്ജു വാര്യർ ഓർമ്മിക്കുക. അപ്പോൾ ഇവർ 3 പേരും, അപ്പോൾ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഈ ലവ് സ്റ്റോറിയാണ് സിലപ്പതികാരം എന്ന് പറയുന്നത്. കോവലൻ, മാധവി, കണ്ണകി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിലപ്പതികാരം എന്ന് പറഞ്ഞാൽ ആരാണ് എഴുതിയെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. സിലപ്പതികാരം റിട്ടൺ ബൈ ഇളങ്കോ അടികൾ. അപ്പോൾ ഇത് ഓർമ്മിക്കാനായിട്ട് ഞാൻ ഓർമ്മിക്കൽ, ഇളങ്കോ അടികൾ എന്ന് പറയുമ്പോൾ ആരും അടിക്കുന്നതായിട്ടുണ്ട്. ഇളങ്കോ അടികൾ. സിലപ്പതികാരം എന്നില്ലെങ്കിൽ സിലപ്പ്, ചിലമ്പ്, ചെരിപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ചെരിപ്പ് വെച്ച് അടിക്കുന്നതായിട്ട് ഓർമ്മിക്കുക. സിലപ്പതികാരം, സിലപ്പടി. സിലപ്പ് എന്ന് പറഞ്ഞാൽ ചെരിപ്പ് വെച്ച് അടിച്ചു എന്നുള്ള വാക്ക് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. സിലപ്പതികാരം ഇളങ്കോ അടികൾ. സിലപ്പ്, ചെരിപ്പ്, അടികൾ, ചെരിപ്പ് വെച്ച് അടിച്ചു. അപ്പോൾ സിലപ്പതികാരം റിട്ടൺ ബൈ ഇളങ്കോ അടികൾ. അടുത്ത രണ്ടാമത്തെ പുസ്തകമാണ് മണിമേഖലൈ. അപ്പോൾ ഒരു സിനിമയ്ക്ക് 2ാം ഭാഗം ഇറങ്ങുന്നത് പോലെ ഈ സിലപ്പതികാരത്തിൻ്റെ ഒരു സീക്വൽ പോലെയുള്ളതാണ് മണിമേഖലൈ. അതായത് ഈ കോവലനും മാധവിയും ചേർന്നിട്ടുണ്ടാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടീൻ്റെ പേരാണ് മണിമേഖലൈ എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് എബൌട്ട് ഡോട്ടർ ഓഫ് കോവലം ആൻഡ് മാധവി, അതാണ് മണിമേഖലൈ. അത് എഴുതിയ ആൾ സത്തനാറാണ്. സത്തനാറിൻ്റെ മണിമേഖലൈ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഒരുപാട് പുസ്തകമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 എണ്ണമാണ്. അപ്പോൾ കോവലൻ ദിലീപിനെ ഓർമ്മിക്കുക, ഗോപാലൻ എന്നാണ് പഴയ പേര്, മാധവി കാവ്യമാധവൻ. ഇവർക്ക് 2 പേർക്കും ഉണ്ടായ ഒരു കുട്ടിയുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ് മണിമേഖലൈ. കണ്ണകി എന്ന് പറയുന്നത് പവിത്രത അഥവാ ചേസ്റ്റിറ്റിൻ്റെ പ്യൂരിറ്റി അഥവാ ചേസ്റ്റിറ്റി, അതുമായി ബന്ധപ്പെട്ടാണ് കണ്ണകി. അപ്പോൾ ഈ 3 ആളും തമ്മിലുള്ള ട്രയാങ്കുലർ ലവ് സ്റ്റോറിയാണ് സിലപ്പതികാരം റിട്ടൺ ബൈ ഇളങ്കോ അടികൾ. മണിമേഖലൈ കോവലവും മാധവിയും തമ്മിലുള്ള മകളുടെ വഴി ബന്ധപ്പെട്ട പുസ്തകം എഴുതിയത് സത്തനാർ. പിന്നെ അടുത്തൊരു ചെറിയ പോയിൻ്റ്, ആ സമയത്ത് സൊസൈറ്റി ഏത് രീതിയിലായിരുന്നു എന്നുമായി ബന്ധപ്പെട്ടത്. സൊസൈറ്റി ഡിവൈഡഡ് ഇൻറ്റു റൂളിംഗ് ക്ലാസ്, റിച്ച് ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പോൾ ഈ 2 പോയിന്റുകളെയും അരൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ് സിനിമയിലൊക്കെ രാജാവിനെ വിളിക്കുന്നതായിട്ട് കേൾക്കാം. അരസിയൻ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. തമിഴിൽ സിനിമ കേട്ട് കഴിഞ്ഞാൽ അരസിയൻ എന്ന് പറയുന്നത് രാജാവാണ്. അപ്പോൾ റൂളിംഗ് ക്ലാസ് അരസർ. പിന്നെ റിച്ച് ക്ലാസ്സും ലോവർ ക്ലാസ്സും. റിച്ച് ക്ലാസ്സിന് വെള്ളാളർ റിച്ച് ക്ലാസ്. ലോവർ ക്ലാസ് കടസിയാർ. അപ്പോൾ ഈ തമിഴിൽ കടൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ലോവർ ഏറ്റവും താഴത്ത് എന്ന് പറഞ്ഞാൽ കടസിയാർ. ഇത് കടൈസി എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ്. മറ്റേത് വെള്ളാളർ. ഇത് ഞാൻ ഓർമ്മിക്കുക, ഈ വെള്ള എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, വെള്ളക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളതാണല്ല. അപ്പോൾ വെള്ളാളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്നുള്ള ഓർമ്മിച്ച് കഴിഞ്ഞാൽ വെള്ളാളർ റിച്ച് ക്ലാസ്.
അരൈസിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ്, റൂളിംഗ് ക്ലാസ്. കടൈസി എന്ന് പറഞ്ഞാൽ അവസാനത്തത്, ലോവർ ക്ലാസ്. അടുത്തത് ഈ ഭാഗത്ത് നിന്ന് വന്ന പ്രധാനപ്പെട്ട SSCയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കുന്നത്. ആദ്യം, ദ കിങ്ഡം ഓഫ് ചോള, ചേര, പാണ്ഡ്യ ബിലോങ് ടു വിച്ച് പീരീഡ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ? അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഈ മൂന്നെണ്ണം ചോള, ചേര, പാണ്ഡ്യാസ് ഇത് ഏത് പീരീഡിൽ ഉൾക്കൊള്ളുന്നതാണ്? ആൻസർ സംഗം പീരീഡ്. അടുത്തത്, സംഗം പോയംസ് മെൻഷൻ തമിഴ് വേർഡ് മൂവേണ്ടർ. അപ്പോൾ ഈ മൂവേണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മൂന്നുമായി ബന്ധപ്പെട്ടാന്ന് കിട്ടും. അപ്പോൾ ഈ മൂവേണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ടാക്സ്, പോർട്ട്, ചീഫ്, ഹോഴ്സ്. അപ്പോൾ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ചീഫ്സിനെയാണ് മൂവേണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. 3 ചീഫ്സ്. സംഗം പോയംസ് മെൻഷൻ എ തമിഴ് വേർഡ് മൂവേണ്ടർ വിച്ച് മീൻസ് 3 ചീഫ്. അപ്പോൾ അത് ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ്. അടുത്തത്, ഫേമസ് ബുക്ക് അർത്ഥശാസ്ത്ര, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം ടെൽസസ് ദ നോർത്ത് വെസ്റ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലാങ്കറ്റ്സ്. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഏരിയ, നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ പുതപ്പന്നല്ലേ എന്നറിയില്ല, നമ്മളെ സാധാരണ അർത്ഥം പുതപ്പ് എന്നാണ്. ബ്ലാങ്കറ്റിന് ഫേമസ് ആയത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര പ്രകാരം നോർത്ത് വെസ്റ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലാങ്കറ്റ്സ് ഡാഷ് ഫോർ ഇറ്റ്സ് ഗോൾഡ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഡ്യൂറിങ് ദ മൗര്യൻ പീരീഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സൗത്ത് ഇന്ത്യ ആയിരിക്കില്ലേ. അതായത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര പ്രകാരം നോർത്ത് വെസ്റ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലാങ്കറ്റ്സ്. ഇപ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. ബ്ലാങ്കറ്റ്സിൽ നോർത്ത് വെസ്റ്റിൽ ബ്ലാങ്കറ്റ്സിനാണ്. അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസിന് ഇമ്പോർട്ടൻ്റ് ഏതാണ്? അപ്പോൾ നമുക്ക് പാണ്ഡ്യാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യാസ് ആർ ഫേമസ് ഫോർ ട്രേഡിങ് പേൾസ്. പാണ്ഡ്യാസ് ആർ ഫേമസ് ഫോർ ട്രേഡിങ് പേൾസ്. അപ്പോൾ പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ. അടുത്തത്, സിലപ്പതികാരം. അടുത്തൊരു ക്വസ്റ്റ്യൻ, സിലപ്പതികാരം അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് സിലപ്പ് അധികാരം. ഈ സിലപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ചിലമ്പ് എന്നായിരിക്കും. ആംഗ്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതല്ല. ദ ജ്വൽഡ് ആംഗ്ലറ്റ്, സിലപ്പതികാരം ദ ഏർലിയസ്റ്റ് എപ്പിക് പോയം ഇൻ തമിഴ് വാസ് റിട്ടൺ ഇൻ 5th 6th സെഞ്ചുറി ബൈ. അപ്പോൾ സിലപ്പതികാരം ആരാന്ന് ചോദിക്കും. സിലപ്പ് എന്ന് പറയുമ്പോൾ ചിലമ്പ് അഥവാ ചെരിപ്പ്. ചെരിപ്പ് ഉപയോഗിച്ചിട്ട് ഇന്ന് ഈ ചെരിപ്പ് ഉപയോഗിച്ച് അടിക്കും. അപ്പോൾ അടിക്കും എന്നുള്ളതാണ് ഓർമ്മിക്കുക. ഞാനിങ്ങനെ ഓർമ്മിക്കുക, ചെരിപ്പ്, അടി. അപ്പോൾ ഇളങ്കോ അടികൾ. സിലപ്പ്, സെരിപ്പ്, ചെരിപ്പ്, ചെരിപ്പ് വെച്ച് അടിക്കും. അപ്പോൾ ഇവിടുന്ന് 2 പോയിന്റ് എക്സ്ട്രാ കിട്ടി. അതിൻ്റെ അർത്ഥം ജ്വൽഡ് ആംഗ്ലറ്റ് എന്നാന്ന് കിട്ടി. പിന്നെ അതൊരു എപ്പിക് പോയംസ് ആണ്. 5 തമിഴ് എപ്പിക്സിലെ ഒന്നാണ് സിലപ്പതികാരം. അതുപോലെ ഇത് റിട്ടേൺ ചെയ്തത് 5th 6th സെഞ്ചുറിയിലാണെന്ന് പറയുന്നത്. അതായത് 5th 6th സെഞ്ചുറിയിലാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത്. പക്ഷെങ്കിൽ സംഘം ഏജ് എന്ന് പറയുന്നത് 300 AD മുന്നേ ഉള്ള പീരീഡായിട്ടാണ് മറ്റേ PDF ഉള്ളത്. അപ്പോൾ ഇതെന്താണെന്നറിയില്ല. അപ്പോൾ എക്സാമിൽ സിലപ്പതികാരം എഴുതപ്പെട്ടത് 5th 6th സെഞ്ചുറി എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ കാണിക്കുന്നത്. സിലപ്പതികാരം ഇളങ്കോ അടികൾ. സത്തനാർ എഴുതിയതാണ്. അതിന് ശേഷമുള്ള മണിമേഖലൈ. തോൽക്കപ്പിയാറിൻ്റെ തോൽക്കപ്പിയം. തോൽക്കപ്പിയം എന്ന് പറയുന്നത് ഒരു ഗ്രാമറാണ്. 2nd സംഘത്തിൽ എഴുതിയപ്പെട്ട തോൽക്കപ്പിയാറിൻ്റെ തോൽക്കപ്പിയം. അടുത്ത, വിച്ച് ഓഫ് ദ ആനിമൽ വാസ് ദ എംബ്ലം ഓഫ് ചോള ഡൈനാസ്റ്റി. അപ്പോൾ ഓരോ 3 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ, അതിൽ 3 പോയിന്റുകളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഒന്ന് അതിൻ്റെ എംബ്ലം, പിന്നെ ക്യാപിറ്റൽ, പിന്നെ ഒന്ന് പോർട്ട് സിറ്റി. പോർട്ട് സിറ്റി ഏതാണ്, ക്യാപിറ്റൽ ഏതാണ്, എംബ്ലം ഏതാണ്. അപ്പോൾ 3 ഡൈനാസ്റ്റികളാണെന്നുള്ളത്. ഒന്ന് കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗം, ഇതാണ് ചേരാസ്, ചേര. പിന്നെ ഇവിടെ വരുന്ന പാണ്ഡ്യാസ്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചോളാസ്. ഇതാണ് ചോളാസ്, ഇതാണ് പാണ്ഡ്യാസ്. അപ്പോൾ ചേരാസിൻ്റെ ക്യാപിറ്റൽ ആണ് അമ്പും വില്ലും. ചേരാസിൻ്റെ ക്യാപിറ്റലാണ് അമ്പും വില്ലും. ചോളാസിൻ്റെ ക്യാപിറ്റൽ ടൈഗർ. പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റലാണ് ഫിഷ്. പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ ഫിഷ്. ഇവിടെ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് വാസ് ദ എംബ്ലം ഓഫ് ചോള ഡൈനാസ്റ്റി. ചോള ഡൈനാസ്റ്റിൻ്റെ ക്യാപിറ്റൽ ടൈഗർ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ചോള ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് പ്രൊവൈഡഡ് ഡീറ്റെയിൽസ് ഓഫ് ദ വേ ഇൻ വിച്ച് ദ സഭ. സഭ എന്ന് ഉദ്ദേശിക്കുന്നത് സംഗമത്തിലെ സഭ. സഭ എന്ന് ഉദ്ദേശിക്കുന്നത് ഊര് സഭ. ഇത്
ഇത് അടുത്തതിൽ വരുന്നതാണ്. ഇത് അടുത്ത ഇനി 300 AD ശേഷം വരുന്ന ഒരു ലേറ്റർ ചോളാസ് ഉണ്ട്. ആ ലേറ്റർ ചോളാസിൽ ഉൾപ്പെടുന്നതാണ് ഈ സഭയൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാണ്ഡ്യം കിങ്ഡം വാസ് ഫസ്റ്റ് മെൻഷൻഡ് ബൈ മെഗസ്തനീസ്, ബുക്ക് ഇൻഡിക്ക. മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക. ഹൂ സെഡ് ദാറ്റ് ദർ കിങ്ഡം വാസ് ഫേമസ് ഫോർ പേൾസ്. അപ്പോൾ പേൾസ് ഫോർ പാണ്ഡ്യാസ്. ദർ ക്യാപിറ്റൽ വാസ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് കിട്ടണം. പാണ്ഡ്യ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. പേള് പാണ്ഡ്യാസ്, പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ. പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പാണ്ഡ്യാസ് ആണ് സംഗംസ് ഒക്കെ ഹോൾഡ് ചെയ്തത്. സംഗംസ് പാട്രണൈസ് ചെയ്യുന്നത് പാണ്ഡ്യാസ് ആണ്. അപ്പോൾ അത് മധുരയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പേൾസ് പാണ്ഡ്യാസ്, പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ മധുരൈ. അടുത്തത് വീണ്ടും ഒരു എംബ്ലമാണ് ചോദിക്കുന്നത്. ദ എംബ്ലം ഓഫ് ചേര ഡൈനാസ്റ്റി. 3 ചേര എന്ന് പറയുന്നത് കേരള ഉൾപ്പെടുന്ന ഭാഗമാണ്. ചേര ഡൈനാസ്റ്റി ദാറ്റ് കൺട്രോൾഡ് സെൻട്രൽ ആൻഡ് നോർത്തേൺ പാർട്സ് ഓഫ് കേരള. സെൻട്രൽ ആൻഡ് നോർത്തേൺ പാർട്സ് ഓഫ് കേരള ആൻഡ് ദ കൊങ്കു റീജിയൻ. കൊങ്കു റീജിയൻ ഓഫ് തമിഴ്നാട്. ഈ കൊങ്കു റീജിയൻ ഓഫ് തമിഴ്നാട് വാസ്, നമ്മളെ ചിഹ്നം ബോ ആൻഡ് ആരോ, അമ്പും വില്ലും. അപ്പോൾ ഒന്നുകിൽ മമ്മൂട്ടീനെ ഓർമ്മിക്കാം. മമ്മൂട്ടീൻ്റെ മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പഴശ്ശിരാജയിൽ ഇങ്ങനെ അമ്പും വില്ലും എടുത്തിട്ട് നടക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ചേര എന്ന് പറയുന്നത് അമ്പും വില്ലും. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ഫേമസ് റൂളർ ഓഫ് ദ പാണ്ഡ്യ ഡൈനാസ്റ്റി ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ പാണ്ഡ്യ ഡൈനാസ്റ്റിയിലെ ഫേമസ് റൂളർ ആരാന്ന് ചോദിക്കുന്നത്. അശോകൻ എന്ന് പറയുന്നത് മൗര്യൻ എംപയറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതല്ല. കരികാല ചോളൻ എന്ന് പറഞ്ഞാൽ ചോളനാണ്. ഇനി ചേരയിലാണെങ്കിൽ റെഡ് ചേര അഥവാ സെങ്കുത്തവൻ എന്നാണ്. അപ്പോൾ അതുമല്ല. നിസാം എന്നെല്ലാം പറയുന്നത് ഒരു മുസ്ലിം പേരാണ്. അപ്പോൾ അതുമല്ല. അപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻസർ നെടുഞ്ഞെളിയനാണ് പാണ്ഡ്യ റൂളർ. അപ്പോൾ പാണ്ഡ്യയിലെ ഒരു റൂളറെ പേര് ഇവിടുന്ന് കിട്ടി, നെടുഞ്ഞെളിയൻ 2. അപ്പോൾ നെടുഞ്ഞെളിയൻ 1 ഉണ്ടാവുമായിരിക്കും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു സംഘം ലിറ്ററേച്ചർ. ഈ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ സംഘം പീരീഡിൽ എഴുതപ്പെട്ട ലിറ്ററേച്ചർ തെളിവുകൾ, അതാണ് സംഘം ലിറ്ററേച്ചർ. അതുമായി ബന്ധപ്പെട്ടിട്ട് ദീസ് ടെക്സ്റ്റ് വർ സപ്പോസ്ഡ് ടു ബി കമ്പോസ്ഡ് ആൻഡ് കമ്പൈൽഡ്. കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിപ്പിക്കുക. ഇൻ അസംബ്ലീസ് ഓഫ് പോയറ്റ്സ്. അതെ, കറക്റ്റാണ്. The Sangam literature compiled in assemblies of poets were held in the city of Madurai. മധുരൈ എന്ന് പറയുന്നത് പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റലാണ്. അവിടെ വെച്ചിട്ടാണ് സംഘം ലിറ്ററേച്ചർ നടക്കുന്നത്. ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, അനുരാധപുര ദ ഓൾഡ് ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക വാസ് ഡിസ്ട്രോയിഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ അതായത് ഈ ചോളാസ് എന്ന് പറയുവരെ, ചോളാസാണ് പിന്നീട് ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു ഭാഗം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതേപോലെ ശ്രീലങ്കയൊക്കെ അവരുടെ നേവൽ പവർ യൂസ് ചെയ്തുകൊണ്ട് കീഴ്പ്പെടുത്തുന്നത് ചോളാസാണ്. ഇപ്പോൾ ഇതും അടുത്ത ഇനി വരാൻ പോകുന്ന ചോളാസാണ്, ഇപ്പോൾ ഉള്ള ചോളാസ് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജ് വാസ് യൂസ്ഡ് ബൈ സംഘം പോയിറ്റ്സ്. അപ്പോൾ അതിന് പറയുന്നത് തന്നെ തമിഴ് സംഘംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് തമിഴ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ പോർട്ട് സിറ്റി ഓഫ് പാണ്ഡ്യൻ കിങ്ഡം. അപ്പോൾ 3 പോർട്ടുകളുണ്ട്. ഒന്നാമത്തത് ക്യാപിറ്റൽ വജ്ജി, പോർട്ട് സിറ്റി എന്ന് പറയുന്നത് മുസരീസ് അഥവാ ടൊണ്ടൈ. പിന്നെ പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ കോർക്കൈ. അപ്പോൾ പാണ്ഡ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്ലം ഫിഷാണ്. അപ്പോൾ ഒരു കമ്പിലിങ്ങനെ മീനിങ്ങനെ കോർത്തിട്ടതായിട്ട് ഓർമ്മിക്കുക. അതായത് ഒരു മീനാണ് ഇവരുടെ സിമ്പല്. അപ്പോൾ ഒരു വലിയ കമ്പിലിങ്ങനെ കോർത്തിട്ടെന്ന് ആലോചിക്കുക. മീനെ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ മീനാണ്. ഒരു കമ്പിൻ്റെ അകത്ത് ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട് മീന. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ കോർക്കൈ. കോർത്തിട്ടത് കോർക്കൈ. പാണ്ഡ്യ ക്യാപിറ്റലിൻ്റെ പോർട്ട് സിറ്റിയാണ് കോർക്കൈ എന്ന് പറയുന്നത്. ചോളാസിൻ്റെ ക്യാപിറ്റൽ ഉറയൂരായിരുന്നു. പിന്നീട് അത് പുഹറിലേക്ക് മാറ്റി. പുഹർ എന്ന് പറയുന്നതാണ് കാവേരി പട്ടണം അഥവാ പുഹർ. അപ്പോൾ ഇതാണ് പോർട്ട് സിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എപ്പിക് ഓഫ് തമിഴ് ലിറ്ററേച്ചർ.
അപ്പോൾ എപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഈ രാമായണം മഹാഭാരതം പോലെയുള്ള ഇതിഹാസം എന്നുള്ള അർത്ഥമാണ് എപ്പിക്ക്, ഇതിഹാസങ്ങൾ. അപ്പോൾ ആദ്യം പറഞ്ഞ സിലപ്പതികാരം, ഇളങ്കോ അടികളുടെ സിലപ്പതികാരം 5 എപ്പിക്സിലൊന്നാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് തോൽക്കപ്പിയം. ഇത് കൺഫ്യൂഷൻ ആവും. തോൽക്കപ്പിയം എന്ന് പറയുന്നത് തോൽക്കപ്പിയാർ എഴുതിയ സെക്കൻഡ് സംഘം ലിറ്ററേച്ചറാണ്. അത് എന്താണ്, ഗ്രാമർ ടെസ്റ്റാണ്, ഗ്രാമറുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് തോൽക്കപ്പിയത്തിൻ്റെ തോൽക്കപ്പിയം. പിന്നെ അപ്പോൾ സിലപ്പതികാരാണ് എപ്പിക്, എഴുതിയത് ഇളങ്കോ അടികൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എപ്പിക് ഓഫ് തമിഴ് ലിറ്ററേച്ചർ? സംഘമേജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്ക് കവറായി, കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി സൗത്ത് ഇന്ത്യയെ ബന്ധപ്പെട്ട ഹിസ്റ്ററീൻ്റെ കാര്യങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിൽ